കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പാർട്ടി ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് നൽകാൻ, വ്യക്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നടത്താനുമാണ് ഞാൻ ഇന്ന് വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ പാർട്ടി ഇപ്പോൾ വലിയ തോതിൽ ജീർണിക്കുന്നുണ്ടെങ്കിലും ഇത് മൊത്തത്തിൽ നോക്കിയാൽ ഇതൊരു മഹത്തായ പാർട്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 964 രൂപം കൊണ്ട ഈ പാർട്ടി എത്രയോ യുഗപ്രഭാവന്മാർ ആ പാർട്ടിയെ നയിച്ചിരിക്കുന്നു. EMSനെ പോലുള്ളവർ, നായനാരെ പോലെയുള്ളവർ, CH കണാരനെ പോലെയുള്ളവർ, VS അച്യുതാനന്ദനെ പോലെയുള്ളവർ, ഈവൻ ടു എ സർട്ടൺ എക്സ്റ്റെന്റ് കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ളവർ, ആ അത്തരത്തിലുള്ള വലിയ മഹാരഥന്മാർ നയിച്ചിട്ടുള്ള ഒരു വലിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ആ പാർട്ടി. ഏതാണ്ട് 10-35,000-ഓളം ബ്രാഞ്ചുകളുള്ള, കേരളത്തിലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള തൂണിലും തുരുമ്പിലുമുള്ള, വയനാടുള്ള, വിതുരയിലുള്ള, വട്ടവടയിലുള്ള, മത്സ്യത്തൊഴിലാളി മേഖലകളിലുള്ള, കോളേജുകളിലുള്ള, സ്കൂളുകളിലുള്ള, ജയിലുകളിലുള്ള, കോടതികളിലുള്ള ഒരു സർവ്വവ്യാപിയായിട്ടുള്ളൊരു പാർട്ടിയാണ് ഈ പാർട്ടി. അത്ര സുശക്തമായിട്ടുള്ള പാർട്ടി സംവിധാനമാണ് ആ പാർട്ടി പ്രതിപക്ഷത്തിരുന്നാലും ആ പാർട്ടി അവഗണിക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ള വലിയൊരു പാർട്ടിയാണ് ഈ പാർട്ടി. എത്രയോ യുഗപ്രഭാവന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളായിട്ടുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഏറ്റവും വലിയ ജനകീയനായിട്ടുള്ള EK നയനാർ, അതുപോലെ തന്നെ കേരളീയർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ലെജൻഡറി ആയിട്ടുള്ള VS അച്യുതാനന്ദൻ, പിന്നെ സംഘാടകരായിട്ടുള്ള CH കണാരൻ, ചടയൻ ഗോവിന്ദൻ, അവരൊക്കെ നേതൃത്വം നൽകിയ ആ പാർട്ടിയുടെ അവസ്ഥ ഇന്ന് എന്താണെന്നറിയാമോ സുഹൃത്തുക്കളെ? ആ പാർട്ടി ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇന്ന് വീണ വിജയൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയായി, വീണ വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന, വീണ വിജയൻ കിടക്കാൻ പറഞ്ഞാൽ ഉരുളുന്ന ഒരു പാർട്ടിയായി ഈ CPM ഇന്ന് അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാനത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പാർട്ടി ഈ വീണ വിജയൻ വിഷയത്തിൽ ഒരു രേഖ തയ്യാറാക്കി താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ആ രേഖ വായിച്ചതിനെ തുടർന്നാണ് ഞാൻ ഈ വീണ വിജയൻ്റെ വിരൽ തുമ്പിൽ നിൽക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറയാൻ കാരണം. വീണ വിജയൻ ഇങ്ങനെ കളിപ്പിക്കുന്ന പാവയായി കേരളത്തിൽ CPM അധപ്പതിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ദുഃഖവും മനോവേദനയുമുണ്ട് സുഹൃത്തുക്കളെ. പിണറായി വിജയൻ്റെ മകൾ നടത്തിയ ഒരു വലിയ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ തല കുമ്പിട്ട് മൂക്കെ മുട്ടിച്ച് നിൽക്കുകയാണ് ഈ പാർട്ടി. സ്വാഭാവികമായും പിണറായി വിജയൻ്റെ മകൾ നടത്തിയിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊന്നും എടുത്ത് തൂങ്ങി നടക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അത് പിണറായി വിജയൻ്റെ മകൾ നടത്തിയിട്ടുള്ള കച്ചവടമാണ്. ഇതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ മകൻ കച്ചവടം നടത്തിയപ്പോഴും ഞങ്ങൾ അതിൽ നിന്ന് മാറി നിന്നവരാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കുണ്ടാവേണ്ടതില്ല എന്ന് പറയേണ്ട കേരളത്തിലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നാണം കെട്ടും വന്ന് പിണറായി വിജയൻ്റെ മകൾക്ക് പ്രതിരോധം തീർക്കുകയാണ്. ഇത്ര അസംബന്ധമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. പിണറായി വിജയന് പ്രതിരോധം തീർത്താൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം പിണറായി വിജയൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമാണ്. പക്ഷേ ആരാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ? വീണ വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വനിത. അവർക്കെന്താണ് പാർട്ടിയുമായി ബന്ധം? അവർ നടത്തുന്ന ഇടപാടുകൾക്ക് എങ്ങനെയാണ് പാർട്ടി മറുപടി പറയേണ്ടി വരിക? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾക്ക് അവരല്ലേ മറുപടി പറയേണ്ടത്? അവരുടെ വിഷയം വരുമ്പോൾ പാർട്ടി പറയേണ്ടത് ഇത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് വീണ വിജയൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നതിന് പകരം ഈ പാർട്ടി നാണം കെട്ട് വന്നുകൊണ്ട് ഈ വീണ വിജയനെ ടു ദ ഹിൽറ്റ് ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രേഖ താഴോട്ട് കൊടുത്തിരിക്കുകയാണ്. ആ രേഖയിൽ എന്താ പറയുന്നതെന്നറിയാമോ? ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടായിരുന്നു, ബാങ്കിൽ കൂടെയുള്ള ഇടപാടായിരുന്നു. CMRL കമ്പനി ഇതിനെ എതിർത്തിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ നാണം കെട്ട വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ വിജയനെ നാണം കെട്ട് ന്യായീകരിക്കുകയാണ് ഈ പാർട്ടി. എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് വിവാദം വന്നത്? ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 12/6/2023 വിധിന്യായത്തിൽ അവരൊരു സേവനം ചെയ്തു കൊടുക്കാതെ CMRL നിന്ന് 1,72 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളതിൻ്റെ തെളിവ് അവർ കൊണ്ടുവരികയല്ലേ ചെയ്തത്, ഫൈൻഡിങ്സ് കൊണ്ടുവരികയല്ലേ ചെയ്തത്. അവരൊരു സേവനവും CMRL കൊടുത്തില്ല എന്ന് CMRL ഉന്നത ഉദ്യോഗസ്ഥന്മാരല്ലേ പറഞ്ഞത് സുഹൃത്തുക്കളെ. അതുമായി ബന്ധപ്പെട്ടല്ലേ SFIOയുടെ അന്വേഷണം ഇവിടെ നടക്കുന്നത്. ഇനി ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളത് കൊണ്ടെന്താ? അത് അനധികൃതമാണെങ്കിൽ ബാങ്കിൽ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ മകൾക്ക് അനുകൂലമായിട്ട് ഒരു ന്യായവാദവും ഇല്ലാത്തപ്പോഴാണ് അവരെ നാണം കെട്ട് നിന്നുകൊണ്ട് അവരെ ന്യായീകരിക്കുന്ന ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ളൊരു സമീപനവുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരുന്നത്. ഇനി അടുത്ത വാദം എന്താണെന്നറിയാമോ? CMRL എതിർത്തിട്ടില്ല എന്നാണ്. എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ലജ്ജയില്ലേ ഈ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് എന്നാണ് ചോദിക്കുന്നത്.
ഇപ്പോൾ അദാനിയിൽ നിന്ന് മോഡി കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഉയർന്നു വന്നാൽ അതിൽ അദാനിക്ക് എതിർപ്പില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു നാണം കെട്ട അവസ്ഥയല്ലേ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ പിണറായി വിജയൻ്റെ ചൊൽപ്പടിക്ക് പാർട്ടി നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പിണറായി വിജയൻ്റെ മകളുടെ ചൊൽപ്പടിക്ക് പോലും നിൽക്കുന്നൊരു പാർട്ടിയായി ഈ CPM അധപ്പതിക്കുന്നു എന്ന് പറഞ്ഞത് ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ഇക്കണക്കിന് പോയാൽ പിണറായി വിജയൻ്റെ മകളുടെ മകന് വേണ്ടി പോലും പിണറായി വിജയൻ്റെ മകളുടെ മകൻ്റെ ചൊൽപ്പടിക്ക് പോലും നിൽക്കുന്ന പാർട്ടിയായി ഈ പാർട്ടി നാളെ അധപ്പതിക്കുമോ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. അതുകൊണ്ട് 964 രൂപീകരിക്കപ്പെട്ട ഈ പാർട്ടി ഒരുപാട് യുഗപ്രഭാവന്മാർ നേതൃത്വം നൽകിയിട്ടുള്ള പാർട്ടി, EMS നേതൃത്വം നൽകിയിട്ടുള്ള പാർട്ടി, നയനാർ നേതൃത്വം നൽകിയിട്ടുള്ള പാർട്ടി, CH കണാരനും VS അച്യുതാനന്ദനും നേതൃത്വം നൽകിയിട്ടുള്ള ഈ പാർട്ടി ഇന്ന് MV ഗോവിന്ദൻ്റെ കീഴിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന, മുഖ്യമന്ത്രിയുടെ മകളുടെ പൃഷ്ഠം താങ്ങുന്ന, മുഖ്യമന്ത്രിയുടെ മകളുടെ ചവിട്ടടിയിൽ കിടക്കുന്ന ഒരു പാർട്ടിയായി ഈ CPM അധപ്പതിച്ചു എന്നുള്ളത് കാണാൻ കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികൾക്ക് കഴിയണം എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.